ഹലോ എല്ലാവർക്കും പ്രൈമ സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ BDC എന്ന് പറയുന്ന നമ്മുടെ സീരീസിന്റെ 11ാമത്തെ എപ്പിസോഡിലാണ് ഇത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു ടേബിൾ സെറ്റ് ആണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ടേബിള്, അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടേബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് Shift+A പ്രസ് ചെയ്യുക, ഒരു സർക്കിൾ ആഡ് ചെയ്യുക, എന്നിട്ട് ടാബ് സ്കെയിൽ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പൊക്കുക, F ഫില്ല് ചെയ്യുക, താഴോട്ട് എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, ഒന്ന് സ്മൂത്ത് ഷെയ്ഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു സബ്ട്രാക്ഷൻ സർഫസും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ബെവൽ മോഡിഫയർ ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ടേബിൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടേബിളിന് ഒരു ലെഗ്സ് കൂടെ ആഡ് ചെയ്യണം. അതിന് ഇവിടുത്തെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക, കൺട്രോൾ+, കർസർ ടു സെലക്റ്റഡ്, Shift+A പ്ലെയിൻ. എല്ലാ ടേബിൾസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ക്വയർ പീസ് താഴെ വന്നിട്ടുള്ളത്. ജസ്റ്റ് ടാബ് കൊടുക്കുക, ഇൻസെറ്റ് കൊടുക്കുക, ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഒരു തിക്നെസ് കൊടുത്തതിന് ശേഷം കൺട്രോളായി ഇൻവേർട്ട് സെലക്ഷൻ ആണ്. ഈ ഇൻസെറ്റ് താഴോട്ട് സ്കെയിൽ ചെയ്യുക, എല്ലാം ഒന്ന് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും സ്കെയിൽ ചെയ്യുക. ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യുക. ഇന്നുകൂടെ സേവ് ചെയ്തതിന് ശേഷം ഒരു സിലിണ്ടർ ആഡ് ചെയ്യാം. ഇവിടെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഈ ഒരു സിലിണ്ടർ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലെഗ് പീസ് റെഡി ആയിട്ടുണ്ട്. താഴത്തെ ഈ ഒരു പീസ് മാത്രം ഒന്ന് സ്കെയിൽ ചെയ്ത് അകത്തോട്ടിരിക്കുക. ഇനി ഈ ഒരു പീസ് സെലക്ട് ചെയ്തതിന് ശേഷം മിറർ മോഡിഫയർ ആഡ് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പീസും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഒരേ ഇതിൽ നമുക്ക് മിറർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ X ആക്സിസിലോട്ടും Y ആക്സിസിലോട്ടും നമുക്ക് മിറർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്ക് മൂവ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അതിൻ്റെ ഒരു അക്കോർഡിംഗ്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ടേബിൾ സെറ്റും റെഡിയായി. കപ്പ് സെറ്റ്. ഓക്കെ, ടേബിൾ എന്നുള്ള പുതിയൊരു കളക്ഷൻ വയ്ക്കുക. ടേബിളിന്റെ കളക്ഷൻ ഇപ്പൊ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. ഇതിനെല്ലാം ഒന്ന് പാരന്റ് ചെയ്യേണ്ടി വരും. പാരന്റ് ചെയ്യണം, അതാകുമ്പോൾ എളുപ്പത്തിലൊന്ന് മൂവ് ചെയ്യാം. പാരന്റിങ് എന്താണെന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ Shift+A പ്രസ് ചെയ്ത് ഒരു ക്യൂബ് എംപ്റ്റി എടുക്കുകയാണ്, ഒന്ന് സ്കെയിൽ ചെയ്യുക, എന്നിട്ട് പ്ലേസ് ചെയ്യുക. ഈ ഒരു ഒബ്ജക്ട്സ് എല്ലാം ഒന്ന് നമുക്ക് ഈ ഒരു എംപ്റ്റി വെച്ച് പാരന്റ് ചെയ്യാം. ഈ ഒരു സ്പൂൺ ഒബ്ജക്റ്റ് മാത്രം നമുക്ക് പ്രത്യേകം ഒന്ന് ആനിമേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വേറൊരു എംപ്റ്റി ഇതിന് വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യുക. ഇതിനു വേണ്ടി നമ്മളൊരു പ്ലെയിൻ ആക്സിസ് ആണ് കൊടുക്കുന്നത്. പ്ലെയിൻ ആക്സിസ് എടുക്കുക, എന്നിട്ട് ഇതിനെ പ്ലെയിൻ ആക്സിസ് ആയിട്ട് പാരന്റ് ചെയ്യാം. ഈ ഒരു എംപ്റ്റി ഈ ഒരു ക്യൂബ് പാരന്റ് ആയിട്ട് പാരന്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക്
മെയിൻ കൺട്രോൾ എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഖത്തറിലോട്ട് ഇടാം. ഇതിന് കൊടുക്കുന്ന പേര് മാറ്റാം. ഓക്കെ, ഇതിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ ടേബിള് തിരിച്ചു കൊണ്ടുവരാം. നമുക്കിതൊന്ന് ചെറുതായി കൊടുക്കണം. ഇത്തിരി വലുതാണിത്. ഓക്കെ, ഈ ഒരു ടേബിളിനും കൂടെ നമുക്കൊരു പാരന്റ് സെറ്റ് ചെയ്യണം. നമുക്ക് സെലക്ട് ഒരു സ്ഫിയർ ആയിക്കോട്ടെ. ഈ ഒരു സ്ഫിയർ വെച്ച് ബാക്കിയെല്ലാം ഒന്ന് പാരന്റ് ചെയ്യാം. ടേബിൾ കൺട്രോൾ ടേബിളിന്റെ പ്ലേസ് ചെയ്യാം. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ഈ ഒരു സീൻ എങ്ങനെ ടെക്സ്ചർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. താങ്ക് യു.